ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു ഭയാനകവും എന്നാലോ ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം പറയാനാണ് കേട്ടോ. ഞാനിപ്പോൾ ജീവിക്കുന്നത്, ഞങ്ങളുള്ളത് വയനാട് ജില്ലക്കാരാണല്ലോ ഞങ്ങൾ. അതും ഞങ്ങൾ വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിലുമാണ്. അപ്പം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ടി വിയിലൂടെ വാർത്തയിലൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവും. ഇവിടെ കടുവ ഇറങ്ങിയത് തന്നെ പനമരം പഞ്ചായത്തിൽ. ഞാനാണ് താമസിക്കുന്നത് പനമരം പഞ്ചായത്തിലും. അപ്പോൾ എല്ലാവരും പേടിയില്ല. ആനനെ പോലെയല്ല, കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ കണ്ണ് ചുമ്പി തുറക്കണ മുമ്പ് നമ്മൾ ചാടി പിടിക്കും, കഴുത്തിന് പിടിച്ചിട്ട് മൊത്തം തിന്നളിയും. അപ്പം നമുക്ക് കൃഷിയും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരും തോട്ടത്തിലിറങ്ങരുത്, കൃഷി എടുക്കരുത്, ഒറ്റയ്ക്ക് നടക്കരുത്, വിജനമായ സ്ഥലത്ത് പോവരുത്. കൃഷി എടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കൃഷി എടുക്കുമ്പോഴായിരിക്കും ഈ കടുവ എവിടെയുള്ളത് ആർക്കും പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു ബേജാറിലും പേടിയിലുമാണ് ഞങ്ങളുള്ളത്. നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പനമരം പഞ്ചായത്തിന് എങ്ങനെ അറ്റാണ് ഞങ്ങളുള്ളതെങ്കിലും കടുവക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഒരു ചാട്ടത്തിന് അവിടുന്ന് ഒരു ചാട്ടത്തിന് ഇവിടെ എത്തും, ഞങ്ങളെ ഭാഗത്തെത്തും അത്ര. അപ്പം ഞങ്ങളും പേടിയിൽ തന്നെയാണ്. രാവിലെ വാതിലിങ്ങനെ തുറക്കുമ്പോൾ തന്നെ പേടിയാവും, ഗാനം മുറ്റത്തുണ്ടോയെന്ന്. ഇതെവിടെയും വരാലോ, ഗേറ്റ് അടച്ചിട്ടിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ പേടിച്ചിരിക്കുന്നത്. അപ്പം തോട്ടത്തിൽ എനിക്ക് കൃഷി എടുക്കാൻ കഴിയുന്നില്ല. ആരും തോട്ടത്തിൽ ഇറങ്ങി പണിയെടുക്കരുത് എന്നാണ് പറയുന്നത്. നീ ഒരു നിർദ്ദേശം വരുന്നവരെ നമ്മൾ തോട്ടത്തിൽ ഇറങ്ങരുത്, നമ്മളത് പാലിക്കണമല്ലോ. നമ്മളെ കണ്ണ് പെട്ടാൽ പിന്നെ എല്ലും തോലും ആക്കിക്കളും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കൊല്ലം പുല്ലരിയാൻ പോയ ഒരാൾ വരാത്തത് കണ്ട് താമസിച്ചത് കണ്ട് പോയി നോക്കുമ്പോൾ മൊത്തം കടുവ തിന്നിട്ട് എല്ലും തോലാക്കി വെച്ചിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ നേരിൽ കാണാൻ തന്നെ പറ്റാത്ത അവസ്ഥയിനും. ആനൻ്റെ പിന്നെ അത്ര പേടിക്കാനില്ല. അപ്പം ഇപ്പം എനിക്ക് കൃഷി എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോൾ എന്തെങ്കിലും കൃഷി എടുത്തുകൊണ്ട് നിൽക്കണം. ഇന്നലെ ഞാൻ പേടിച്ചോണ്ടാണ് ആ പറമ്പ് പോയിട്ട് മഞ്ഞൾ വിളവെടുത്തത്. ഇങ്ങനെയൊക്കെ എല്ലായിടത്തും നോക്കുന്നൊക്കെ ഉണ്ട്. വെറുതെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അത്രക്കും പേടിയില്ല ഞങ്ങളുള്ളത്. നിങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കും, പൂക്കളെ കാണിക്കും, വിളവെടുപ്പ് കാണിക്കും, കൃഷി കാണിക്കും. അപ്പം നിങ്ങൾ എന്നോട് പറയലില്ലേ, വയനാട്ടിലായിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും അധികം ഒക്കെ പറയില്ലേ. ഇപ്പം വയനാട്ടിലായിട്ടുള്ള സ്ഥിതി ഇപ്പം നിങ്ങൾ കണ്ടോ? പേടിച്ച് വിറച്ചപ്പം നിൽക്കുന്നത്. നിരോധനാജ്ഞ, സ്കൂളുകൾക്ക് അവധി, മദ്രസകൾക്ക് അവധി, ആരും പുറത്തിറങ്ങരുതെന്ന് പറയുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം പരീക്ഷയും കൂടിയാണ് സ്കൂളിന്. ആ സമയത്താണ് അവധി പ്രഖ്യാപിച്ചത്. ഞാൻ കടുവ ഇങ്ങനെ പോകുന്നത് മൊബൈലിൽ പിടിച്ചവരുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളിവിടെ വന്ന കടുവൻ്റെ സ്ഥിതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തേക്കൊന്നും ഞാൻ ഇറങ്ങി പണിയെടുക്കുന്നില്ല. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിരിക്കണം. എനിക്ക് അങ്ങനെയാ, കൃഷിഭ്രാന്തുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങോട്ടും ദൂരേക്കൊന്നും പോകണ്ട, അപ്പുറത്തെ പറമ്പിലൊന്നും പോകണ്ട, മുറ്റത്ത് നിന്നിട്ട് ഞാൻ കുറേ തൈകളുണ്ട്, തൈകളാക്കുന്ന വിധം ഞാൻ എങ്ങനെയാണ് എൻ്റെ ചെടി തൈകളാക്കി മാറ്റുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെവിടെയും പോവണ്ടല്ലോ, അതിനെങ്ങോട്ട് മുറ്റം മതിയല്ലോ. മൊത്തത്തിൽ പേടി തന്നെയാണ്. എന്നാലും ഈ മുറ്റത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ തൈ ഉണ്ടാക്കുന്നതും വിത്ത് മുളപ്പിച്ചതും മുളപ്പിച്ചിട്ട് വലുതായിട്ട് അതിന് നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ ഒപ്പം തന്നെ ഞാൻ ആ കടുവയും കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഭാഗേ കാണിക്കൂ. ഇതാണ് കേട്ടോ ആ കടുവ. വനപാലകരോ അല്ലെങ്കിൽ നാട്ടുകാരോ അറിയില്ല, ആരോ മൊബൈലിൽ പിടിച്ചതാ. കണ്ടില്ലേ, വലിയ കടുവയാ. ഈ കടുവ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ തോട്ടത്തിൽ ആരെങ്കിലും ഇറങ്ങുമോ? അതുകൊണ്ട് ഇപ്പം എൻ്റെ കൃഷികളൊക്കെ ഇനിയിപ്പോൾ എന്താവോ എന്തോ. ഇനി ഞാൻ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കട്ടെ. ഇതെല്ലാം അടങ്ങിയിട്ട് വേണം ഈ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ. ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ തോട്ടത്തിലൊന്നും ഞാൻ പോകൂരാന്നുള്ളത്. ഒരാഴ്ചക്കൊന്നും പോകൂരാ, എല്ലാം ഒന്ന് അടങ്ങണം എന്നിട്ടേ പോവുള്ളൂ. അപ്പം ഇന്നലെ ഞാൻ ഇത് വിളവെടുത്തല്ലോ, മഞ്ഞൾ.
അപ്പോൾ അവിടെ കുറച്ച് പറമ്പിലല്ല, കുറച്ച് അപ്പുറത്താ. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ചീരൻ്റെ തൈ ഇങ്ങോട്ട് പറിച്ചെടുത്തു. കാരണം നനക്കാനൊന്നും ഇനി പോകാൻ കഴിയില്ല അവിടേക്ക്. അപ്പോൾ പറിച്ചെടുത്ത് ഇന്നലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നടാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ വെള്ളത്തിൽ കുത്തിവെച്ചു. ഇതാണ്ടോ ഈ വെള്ളത്തിൽ നല്ല ചുവന്ന തൈ വെള്ളത്തിൽ കുത്തിവെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് നടുന്നത് കേട്ടോ. ഇത് ഞാൻ പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് നടുന്നത്. ഓരോന്നിൽ 3 എണ്ണം വെച്ച് നടാന്ന് വിചാരിച്ചു. 3 എണ്ണം വെച്ച് അങ്ങ് നട്ടാലേ നല്ല കട്ട ചോപ്പ്. പിന്നെ ഇതിൽ ഞാൻ സാധാരണ ഞാൻ ഇടുപോലെ തന്നെയാണ് ഞാൻ നിറയെ കരിയിലയും കുറച്ച് മണ്ണും. എൻ്റെ മണ്ണിൻ്റെ കളറ് കണ്ട് നിങ്ങൾ ഞെട്ടു. കാരണം എന്താ അറിയോ, അത്രക്കും ഒരു തരം കരിയില കമ്പോസ്റ്റ് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് അടിച്ചു വരുന്നത്, റോഡ് അടിച്ചു വരുന്ന അവരോട് ഞാൻ പറയും എൻ്റെ തോട്ടത്തിൽ ഇട്ടോണ്ടിട്ടോ. അങ്ങനെ ഇട്ടിട്ട് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അമർന്ന് നല്ല കറുപ്പുള്ള മണ്ണായിന്. ഇപ്പം ഞാൻ എന്തെങ്കിലും 3 എണ്ണം നട്ട് നല്ല വെയിലത്ത് എനിക്ക് എന്തെങ്കിലും നട്ടുകൊണ്ട് നിൽക്കണം. ഞാൻ നടാൻ കഴിയായിട്ട് എനിക്കൊരു ഇടങ്ങറി പുലി വന്ന് കടുവ വന്ന് എന്നാണ് എനിക്ക് പേടിപ്പിച്ചിട്ടല്ല, പേടി തന്നെയാ, സംഭവം ഉള്ളത് തന്നെയാ. എന്താ ഇപ്പം കൃഷി എടുക്കുകയും വേണം. അത് ഞാൻ ഇപ്പം എൻ്റെ വെയിലുള്ള ഭാഗത്തൊക്കെ വെക്കും. മുറ്റം നിറയെ ചെടി ഭ്രാന്തിനോട് ഓരോന്ന് നട്ടിട്ട് അങ്ങനെ നടുന്നത് കൊണ്ടുള്ള ഗുണം എന്താ അറിയോ, റോഡ് സൈഡിലൊക്കെ നട്ടിന്. ഇപ്പോൾ റോഡ് സൈഡ് നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും കൂടിയാണ്. കാരണം എന്താ പറയുക, എപ്പം വൃത്തിയാക്കും. മക്കൾ രാവിലെ മദ്രസ പോകുന്നവരൊക്കെ മക്കളൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചുരുണ്ട് കിടക്കുന്നത് കാണാണ്ടായി പോണ്ട, നല്ല സുഖമാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മുൻഭാഗം നല്ല വൃത്തി ഉണ്ടാവും. റോഡ് സൈഡാണ്, സർക്കാർ നന്നാക്കട്ടെ എന്നൊന്നും ഞാൻ ചിന്തിക്കൂല. എനിക്ക് എൻ്റെ മുൻഭാഗം എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കണം. ഇവിടെ ഞാൻ എപ്പോഴും അടിച്ചു വാരിയിട്ട് അവിടുന്ന് ഇവിടുന്ന് പാറി വരുന്ന കരിയിലൊക്കെ എടുക്കും. അങ്ങനെ കുത്തി നിറച്ച് ഓരോന്ന് കുത്തി നിറച്ചെടുക്കല. അപ്പോൾ തോട്ടത്തിൽ പോയാൽ കഴിഞ്ഞില്ലെങ്കിലും നടാതെക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതങ്ങോട്ട് ഇതിൻ്റെ ഓരോരോ വളർച്ച ഞങ്ങളെ കാണിക്കൂട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ചുവപ്പ് കളറ്. ഇനിയിപ്പം 2 എണ്ണമൊക്കെ ബാക്കിയുണ്ട്, അതൊക്കെ ഇവിടെ തന്നെ വെച്ച് കൊടുക്കട്ടെ. ദിവസം ഞാൻ ആ പറമ്പിൽ നനക്കാൻ പോകാൻ കഴിയൂല. ഞാൻ കുറച്ചും കൊണ്ടുവന്ന് ഇവിടുത്തെ വളർച്ച ഒന്ന് കാണാലോ അത് അങ്ങനെ ഞാൻ വിജയകരമായിട്ട് ചീര നട്ടു. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറിച്ച് കൊണ്ടുവന്ന് വെള്ളത്തിൽ കുത്തിവെച്ച് ഇന്നാണ് ഇപ്പം നടുന്നത്. നമുക്ക് ക്ഷീണം വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ നടാൻ നമ്മളോട് കഴിയൂല. അപ്പം കണ്ടോ ആ കറുപ്പ് മണ്ണ് വെയ്റ്റ്ലെസ് ഒന്നുമില്ല. ഈ കരിയില കുത്തി നിറച്ചും കുറച്ച് മണ്ണുമാണ്. ഇനി ഇതങ്ങൊരു വളർച്ച വളരും. ഇനി അടുത്തത് എന്താണെന്നുള്ളത്, അടുത്തത് ഞാൻ കാബേജ് തൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരിക്കലേ ഞാൻ കാബേജിൻ്റെ തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിയുള്ളൂ. അതിന് ശേഷം ഞാൻ കാബേജ് ഉണ്ടായി നട്ട് വളർത്തി വലുതായി കാബേജ് വിളവിട്ട് കഴിഞ്ഞാൽ കുറ്റിയട വെക്കും. കുറ്റിയട വെച്ചാൽ ചുറ്റും തൈകൾ ഉണ്ടാവും. ആ തൈകൾ മെല്ലെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വലുതാക്കി നടലാണ്. എന്നിട്ട് അതും പറിച്ച വീണ്ടും കുറ്റിയായിട്ട് മുളക്കൂ. അങ്ങനെ ഞാൻ 1 മാസം മുമ്പ് വിളവെടുത്തത് അതിൻ്റെ കുറ്റി ഇവിടെ വെച്ചു. ഇത് എൻ്റെ കൂർക്ക അതിൻ്റെ ഇടയിലൂടെ ഒന്ന് മുളച്ച് വരിക. അതിൻ്റെ കണ്ടോ കുറ്റി ഇവിടെ വെച്ചത് കണ്ടോ, ഇതുണ്ടായത് ഇതാ. ഇതിൽ നിറയെ തൈ ഉണ്ടായിന്. അപ്പോൾ ആ തൈ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി നട്ടാൽ ഇപ്പം നല്ല മഴക്കാലം എന്ന് പറഞ്ഞു പോവുക. വേനൽക്കാലം വന്നല്ലോ. അപ്പം വേനൽക്കാലത്ത് ഭയങ്കര വെയിലിന് ഇത് വേഗം പോയി പോകും. അപ്പം ആകെ ഒന്ന് വേര് പിടിപ്പിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. ഇനി വേര് പിടിപ്പിക്കാൻ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന മാർഗ്ഗം എന്നെ കണ്ടവൻ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞുണ്ടാവും. ഞാൻ പ്ലാവിൻ്റെ ഇലയിലാണ് ഒരു പ്ലാവിൻ്റെ ഇല എടുക്കുക, കുമ്പിള് കുത്തുക. അതൊന്ന് കാണിക്കുക വിശദമായിട്ട് എന്നുള്ളത് എനിക്ക് കമൻറ്റ് വരലുണ്ട്. പ്ലാവിൻ്റെ ഇലയും ഈർക്കിലും ഇല്ലാത്തവരില്ലല്ലോ. ഇങ്ങനെ കുമ്പിള് കുത്തുക. ഇങ്ങനെ അങ്ങ് കുമ്പിള് കുത്തിയാൽ കുമ്പിള് കുത്തിക്കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ തയ്യുമായി. അപ്പം നമ്മൾ ഇതിലേക്ക് മണ്ണ് നിറക്കുക. എൻ്റെ മണ്ണ് നല്ല സൂപ്പർ മണ്ണാണ്. കരിയില കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത് കണ്ടില്ലേ കളറ്. ഇത് മെല്ലെ അങ്ങ് പൊട്ടിച്ചെടുക്കുക അതിമെന്ന് കേട്ടോ. ഫസ്റ്റ് തന്നെ നല്ല വലുത് കരുത്തുള്ളത് ആയിക്കോട്ടെ അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എന്താ കണ്ടോ? അത് ഈ പ്ലാവിൻ്റെ ഇലയിൽ ഇങ്ങനെ അങ്ങ് കുത്തുക. ഇങ്ങനെ കുത്തിക്കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ എടുക്കുക, എന്നാലും ഇപ്പം ശരിയാവും. 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിന് വേര് പിടിക്കും. വേര് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് ധൈര്യത്തിൽ കൊണ്ടുപോയി നടാം. വെയിലാന്ന് വിചാരിച്ച് ഒരു പേടിയും പേടിക്കേണ്ട, വെയിലത്ത് കൊണ്ടുപോയി നടാം. വേര് പിടിച്ചാണല്ലോ. ഇതാ കണ്ടില്ലേ? അപ്പം ഇതിവിടെ കൂർപ്പാ. ആ കൂർപ്പ് നിൽക്കാത്തതിനുള്ള മാർഗ്ഗം ഞാൻ ചെയ്തത് ഇതങ്ങനെയുള്ള എൻ്റെ ചീര നട്ട് ഞാൻ കാണിച്ചിരുന്നില്ലേ, ആ ചീര നട്ടതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. ഈ ചീരയും വെയിലൊള്ളാൻ പറ്റൂല 2 ആഴ്ചക്ക്, അപ്പോൾ ഇതും പറ്റൂലല്ലോ. അപ്പോൾ ഇതിന് നനക്കുന്നത് ചീരക്കും കിട്ടും, എല്ലാം ഉണ്ടാക്കും കിട്ടും. അങ്ങനെ ഓരോന്നിതാ ഇതെടുത്തു, മണ്ണ് നിറച്ചു, എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. തീരെ നാളാകുന്ന വരെ വെയിലൊളിക്കാൻ പാടില്ലേ. വെയിൽ കൊണ്ടോ ഇത് പോയി. എൻ്റേത് അങ്ങനെ പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനത്തെ പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉള്ളിൽ മണ്ണാണ്ട എന്നാ അങ്ങനെ കുറച്ചൊന്ന് മണ്ണ് തൊട്ടാതി, അത്രേ വേണ്ടൂ. അതെടുത്ത് ഇതവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മാർഗങ്ങൾ അത് കേട്ടോ. ഒന്ന് അമർത്തി മുക്കിയും വേണം, എന്നാലും അത് ഇങ്ങോട്ട് ഇതാക്കാനും പറ്റില്ല. ഇനി അടുത്ത് അങ്ങനെ ഒന്നിൽ നിന്ന് എത്ര എണ്ണം കിട്ടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മെല്ലെ ആയിരിക്കണം ഇത് എടുക്കൽ. എൻ്റെ വക്കട നിന്ന അടിയിൽ ആ ഇത് അവിടെ നിൽക്കണം. ഇതാ 3 എണ്ണമായി, അടിപൊളി 3 എണ്ണമായി. ഇനി പൊന്തിക്കുന്നുണ്ട്. ഇപ്പം 4. അടുത്തത് ഞാൻ അങ്ങനെ അത് ഞാൻ പറിക്കുന്നില്ല, കാരണം കുറച്ചുകൂടി ആളായിക്കോട്ടെ. ഒന്നും ആളാവണോ, എന്നിട്ട് ഇത് പറിച്ചെടുക്കാൻ പറ്റൂ. എന്താ ഇങ്ങനെ മണ്ണിലാക്കിയിട്ട് ഇങ്ങനെ കുത്തിയേക്കുക. അപ്പോൾ 4 തൈ കിട്ടി. അല്ലെങ്കിൽ 2 എണ്ണം കൂടി ഉണ്ട്. ആ 2 എണ്ണം കുറച്ചുകൂടി ആളായിട്ടേ ഞാൻ പറിക്കുന്നുള്ളൂ. അപ്പോൾ 4 എണ്ണം ഞാൻ ഇതിന് കുത്തി വെച്ച്. ഇനി ഞാൻ 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ചിട്ട് പ്ലാവിൻ്റെ ഇലയിൽ കുത്തി വെച്ചത് വേര് പിടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇത് വേര് പിടിച്ചതാട്ടോ, ഞാൻ കാണിച്ചു തരാം. വേര് പിടിച്ചത് എന്താ കണ്ടോ? പ്ലാവിൻ്റെ ഇലയൊന്നും ഒന്നും ആയിട്ടില്ല, ഒന്നും ആയില്ല. വേര് പിടിച്ചത് കണ്ടോ? വേരൊക്കെ തിരൂടെ ചാടിയതാ. ഇതൊക്കെ വേരാ. എന്താ ആളായ കണ്ടോ? ഇതാ ഇത്രക്കുതാ. ഒന്നുകൂടിയും കാണിച്ചു തരാം. 4 എണ്ണം ഇതും ഇതാ വേര് പിടിച്ചു. പ്ലാവിൻ്റെ ഇല ഒന്നും ആയില്ല, നമുക്ക് കൈകൊണ്ട് പിടിക്കുക. ഒന്നുകൂടിയും കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തതാ വേര് പിടിച്ചത്. കണ്ടോ? ഇനി ഇതങ്ങ് കൊണ്ടുപോയി നട്ടാൽ സൂപ്പറായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് തൈ ഉണ്ടാക്കാന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മുമ്പ് വേര് പിടിച്ച് നട്ട് വലുതായതൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് തക്കാളി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കാബേജ് കണ്ടോ? കാബേജ് എങ്ങനെയാണ് ഞാൻ തൈയാക്കി മാറ്റിയെന്നുള്ളത് കണ്ടില്ലേ? അങ്ങനെ പിരിച്ച് കുഴിച്ചിട്ടതാ ഇത്. എന്നിട്ട് വലുതായത് ആയി വരുന്നേ ഉള്ളൂ. ആള് ചെറുപ്പാ. എന്താ അവിടെ എന്താ അവിടെ ഇതെല്ലാം അങ്ങനെ ഞാൻ തൈ ഉണ്ടാക്കി പ്ലാവിൻ്റെ ഇലയിൽ കുത്തി വേര് പിടിപ്പിച്ച് മണ്ണ് കൊണ്ടുപോയി നട്ടതാ. ഇതിപ്പം കുറച്ചായിട്ടോ 2 മാസമൊക്കെ 1.5 മാസമായിട്ടായി തോന്നുന്നു. തക്കാളി തൈ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുറേ കരിയില കമ്പോസ്റ്റിൽ നിന്ന് മുളച്ച് കരുത്തുള്ള തൈ ഉണ്ടായി നട്ട് കായ്ച്ചതാണ്. ഇനി ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് തക്കാളി പഴുത്ത് കെട്ടുപോയതാ. കെട്ടുന്നാണ് അതാ നല്ല വിത്താ. അത് ഞാൻ ഇങ്ങനെ അങ്ങ് ഇതിപ്പോൾ ഈ പാകുന്നത് ഈ ചീര നട്ടത് തന്നെയാണ്. നല്ല ഒഴിഞ്ഞ സ്ഥലമല്ല. ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതാളായി വരും. ഞാനിങ്ങനെ അങ്ങ് പാകി കഴിഞ്ഞിട്ട് ഇത് നിറയെ മുളക്കും. അപ്പം ഞാൻ മുളച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുമ്പ് നട്ടത് വരും.
ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ടത് ഞാൻ ഇത് പ്രൂണിങ് ചെയ്ത സമയത്ത് ഞാൻ പൊട്ടിച്ചിട്ട് ഉണ്ടായത് കണ്ടോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നതെന്നറിയോ? ഇത് മെല്ലെ അങ്ങ് എടുക്കും. ഈ പ്രായത്തിൽ എവിടെയും തട്ടാത്ത രീതിയിൽ ഇങ്ങ് എടുക്കും. ഒന്ന് ഞാൻ കാണിച്ചിരുന്നു ഞാൻ ചെയ്യുന്ന രീതി. അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ പേടിക്കാതെ നമുക്ക് പോകുന്നുള്ള പേടിയേ വേണ്ട. കൈ കൊണ്ട് തന്നെ അങ്ങ് എടുക്കുക. ഇനി ഞാൻ കാണിച്ചുതരാം ഞാൻ ചെയ്യുന്നത്. ഇതും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാൻ ആദ്യം കാബേജിക്ക് ചെയ്ത പോലെ തന്നെ ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇനി ഓരോ ചെടിക്കും വെക്കുമ്പോൾ ഒരു പ്രാർത്ഥന നല്ലതാണ്. ഇതാ നമുക്ക് വലുതായിട്ട് പറിച്ചു കൊണ്ടുപോയാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പറ്റൂല, മഴക്കാലത്ത് പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓമനിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എന്നാലൊക്കെ ഒറ്റൊന്നും നശിക്കാതെ നമുക്ക് കിട്ടും. അപ്പം മുളക്കുന്ന രീതിയും മുള വന്നിട്ട് വലുതാകുന്ന ഓരോ വിത്തിട്ടാൽ മതി. എനിക്ക് ഓരോ വിത്തായിട്ട് കിട്ടൂല, എനിക്കങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ട് വലുതായത് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ വലുതായത് വേറെ ഞാൻ നട്ടത് നന്നായിട്ട് കായ്ച്ചതും കാണിച്ചു തരാം. നവി കണ്ടോ, ഇതിൻ്റെ മുമ്പ് ഞാൻ നട്ടിട്ട് ഇതാ രാവിൻ്റെ ഇലയിലാക്കിയിട്ട് വലുതായത് ഒക്കെ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, വേര് പൊട്ടാൻ പറ്റൂലതാ. 3 എൻ്റെ കയ്യിൽ കൊള്ളുന്നുള്ളൂ. ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ ഈ ഭാഗത്ത് വളരെ വെയില. ഇത് അവിടെ ഇനി നിൽക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ അങ്ങ് വെച്ചാൽ ഓരോ പാത്രത്തിൻ്റെ ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ നടു കേട്ടോ. ഇത് ഞാൻ നടുന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പേടിച്ചിട്ടാണ്. ഇത് കുറച്ചും കൂടി വലുതാവട്ടെ. ഇപ്പം നമ്മൾ തോട്ടത്ത് പോകരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് പണിയെടുക്കാൻ പോകരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് കടുവ ഭയം, ഭീതി. ഇനി ഞാൻ ഇത് വലുതായി നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്, അതും കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുപോയി നട്ടുണ്ടായ തക്കാളി കണ്ടോ, തക്കാളി ഉണ്ടായത് പഴുക്കാൻ തുടങ്ങിയതാ. ഒക്കെ നിലത്ത് കുത്തി തക്കാളി അധികമായിട്ട് ഇങ്ങനെ നമുക്ക് പിരിച്ച് കുഴിച്ചിട്ടാൽ നന്നായിട്ട് തക്കാളി ഉണ്ടാവും. ഞാനിങ്ങനെയാണ് തക്കാളി തൈ ഉണ്ടാക്കലും നടലും. ഇതാ ഇഷ്ടം പോലെ തക്കാളിയാണ്. വെയിലായത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയറിൽ പച്ചയിൽ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. നല്ല വെയിലായിപ്പോയി ഇവിടെ. ഇവിടെതാ ഇപ്പം നമുക്കിങ്ങനെ നഴ്സറിയിലൊന്നും പോവണ്ട. നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് തൈക്കിട്ട് അത് ചെറിയ മുളച്ച് വന്നാൽ പ്ലാവിൻ്റെ ഇലയിൽ കുത്തി കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ തക്കാളി ഉണ്ടാകുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ നന്നായിട്ടുണ്ടായി. ഈ ഭാഗം നല്ല വെയിലാ. ഇതാണത്, നിലം തൊട്ടുണ്ടായി. നിത്യവഴുതന ഞാൻ അങ്ങനെ തന്നെ ഞാൻ നടല് കേട്ടോ. അതാ നിത്യവഴുതന ഉണ്ടായത് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടായി. അങ്ങനെ പ്ലാവിൻ്റെ ഇലയിൽ വിത്ത് മുളപ്പിച്ച് വലുതാക്കി കൊണ്ടുപോയി നട്ടിട്ടുണ്ടായതാ. ഇതൊക്കെ വേര് പൊട്ടാണ്ട് നമുക്ക് നടാനാവും. എന്താ ചാക്കിലും കുറച്ച് നട്ടിന്. ഇതൊക്കെ പ്ലാവിൻ്റെ ഇലയിൽ തന്നെ. അതാ കണ്ടോ, പ്ലാവിൻ്റെ ഇല പോയിട്ടൊന്നുമില്ല. അതിൻ്റെ മരട്ടുന്ന് ഇതാ ഇവിടൊക്കെ അങ്ങനെ. ഇതാ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ നടാൻ കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടല്ലോ. കടുവ ഭീതിയും അതുകൊണ്ടായ പ്രശ്നങ്ങളും എൻ്റെ ചെടികളൊക്കെ അപ്പുറത്തുള്ളത് എന്താവോ എന്നുള്ളത് ഒന്നും പറയാനാവില്ല. നനക്കാനൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് വളരെ വിഷമത്തിലാണുള്ളത്. അപ്പം ഇവിടെ ഉള്ള മുറ്റത്തുള്ളതൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ. എൻ്റെ തക്കാളി ഉണ്ടായതും കാബേജ് ഉണ്ടാകുന്നതും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.